അച്ചു, ഏത് ആനിമലായിട്ടാണ് യേശു കർത്താവിനെ കമ്പയർ ചെയ്തേക്കുന്നത്? ഷീപ്പല്ലേ? ഷീപ്പ്. ഏത് ആനിമലിൻ്റെ പുറത്താണ് യേശു കർത്താവ് രണ്ടാം വരവിൽ തൻ്റെ മക്കളെ ചേർക്കാൻ കാഹളം ധ്വനിക്കുമ്പോൾ വരുന്നതെന്നറിയാം? കുതിരയിൽ വരുന്നെന്നാണ് റെവലേഷൻ 19 എഴുതിയിരിക്കുന്ന വെള്ള കുതിരയുടെ പുറത്തെന്നാണ്. സാത്താനെ കമ്പയർ ചെയ്തേക്കുന്ന ഏത് ആനിമലുമായിട്ടാ? സർപ്പൻറ്റ്. അച്ഛനൊരു കാര്യം അറിയോ? സർപ്പൻറ്റിൻ്റെ മീൻസ് എഗൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിവെനമായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ആനിമൽസിൻ്റെ ബ്ലഡാണെന്നറിയാമോ? ഷീപ്പിൻ്റെയും ഹോഴ്സിൻ്റെയും ബ്ലഡാണ് സർപ്പൻറ്റിൻ്റെ അഗൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിവെനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിൽ നമ്മൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തമാണ് നമുക്കെതിരെ പിശാച് കൊണ്ടുവരുന്ന സകല ആയുധങ്ങൾക്കും എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെപ്പൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ആ രക്തത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിടുതലുണ്ട്. നമുക്ക് നമ്മുടെ പാപങ്ങളിൽ നമുക്ക് പൂർണ്ണമായി കഴുകൽ പ്രാപിക്കാൻ പറ്റും. ആ രക്തം ഇന്നും നമുക്ക് വേണ്ടി ഗുണകരമായി ഹാബിലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ രക്തം ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. ഹല്ലേലൂയ. എങ്കിൽ നമ്മൾ ആ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ, നമ്മൾ ആ കർത്താവിൻ്റെ ആ രക്തത്തിൻ്റെ അടുത്തേക്ക് അതിനെ വിശ്വസിച്ച് നമുക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ യാഗമായി സാത്താൻ്റെ സകല തന്ത്രങ്ങളെയും വാഴ്ചകളെയും ആയുധവർഗം വെപ്പിച്ച് നമുക്ക് വേണ്ടി ജയോത്സവം കൊണ്ടാടി തന്നു എന്നുള്ള ആ വിശ്വാസം നമുക്കാണ്. അങ്ങനെയാണ് കൊലോസ്യർ 2 എഴുതിയിരിക്കുന്നത്. ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ആ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, ആ രക്തത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് സകല വിഷയങ്ങളിൽ നിന്നും വിടുതലുണ്ട്. നമ്മുടെ പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് നമുക്ക് വിടുതലുണ്ട്. നമുക്ക് ആ കർത്താവുമായുള്ള ആ സ്നേഹബന്ധത്തിലേക്ക് കൂടുതലായിട്ട് അടുത്തു വരുവാൻ കഴിയും. നമുക്ക് ആ ദൈവരാജ്യത്തിൽ നമുക്ക് അംഗങ്ങളായി തീരുവാൻ കഴിയും. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുവാൻ തക്കോണം നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.